ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഭാര്യ ഒരിക്കൽ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും എനിക്കുണ്ട്, എനിക്കിഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും നിങ്ങൾക്കുമുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്. അതിനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എൻ്റെ അപാകതകൾ നിങ്ങളും നിങ്ങളുടേത് ഞാനും ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് അത് രണ്ടുപേരും പരസ്പരം ചേർന്ന് വായിക്കാം. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഭർത്താവ് സമ്മതിച്ചു. ഭാര്യ ഭർത്താവ് ജോലിക്ക് പോയ ഉടനെ എഴുതി തുടങ്ങി. ഭർത്താവ് ഓഫീസിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് അവളും കരുതി. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ കൊടുത്ത് ഉടനെ അദ്ദേഹം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി നമുക്ക് വായിക്കാം. അങ്ങനെ രണ്ടുപേരും അഭിമുഖമായിരുന്നു. ഭർത്താവ് പറഞ്ഞു, നീ തന്നെയാകട്ടെ ആദ്യ വായന. അവൾ വായന തുടങ്ങി. നന്നേ ചെറിയ കാര്യങ്ങൾ പോലും വിടാതെ അവൾ എഴുതിയിരുന്നു. വായനയ്ക്കിടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനി നിങ്ങളുടേത് വായിക്കുക. അയാൾ നാലായി മടക്കിയ കടലാസ് പോക്കറ്റിൽ നിന്നും എടുത്ത് അവൾക്കു നേരെ നീട്ടി, ഇതുകൂടി നീ തന്നെ വായിച്ചോളൂ. വല്ലാത്ത ഹൃദയമിടിപ്പോടെ അവൾ അത് തുറന്നു. എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഒടുവിൽ തുറന്നു നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. കടലാസ് ശൂന്യമാണ്, ഒന്നും എഴുതിയിട്ടില്ല. അവളൊന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഗുണങ്ങളെപ്പോലെ തന്നെ നിന്റെ എല്ലാ അപാകതകളും എനിക്കിഷ്ടമാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല. അവൾ അത് കേട്ട് അയാളുടെ മാറിലേക്ക് വീണു. ഹൃദയം കൊണ്ടെഴുതുന്ന കവിതയാണ് ദാമ്പത്യ ജീവിതമെന്നത്. പ്രണയാമൃതമാണ് അതിൻ്റെ വല്ലാത്ത ഭാഷ. സ്നേഹത്തിൻ്റെ മധുരമാണ് അതിൻ്റെ അലങ്കാരം. ത്യാഗത്തിൻ്റെ സമർപ്പണമാണ് അതിൻ്റെ സൗകുമാരികം. വിട്ടുവീഴ്ച മനോഭാവമാണ് അതിൻ്റെ അർത്ഥം. പരസ്പരം ബഹുമാനമാണ് അതിൻ്റെ ആശയം. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. അത് തന്നെയാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം നിശ്ചയിക്കുക. പക്ഷേ അത് കിട്ടാൻ കാണിക്കുന്നതിൻ്റെ പകുതി ശ്രമം പോലും ആരും അത് നൽകുവാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം.